സ്ഥാനത്തെ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആശങ്കയല്ല ജാഗ്രതയൊക്കെ മതിയെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ചെറിയ പേടിയൊക്കെ വരും. പ്രത്യേകിച്ച് ആ ജില്ലക്കാരെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ ശക്തമായ നടപടികളുമായി കൂടുതൽ നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലൊക്കെ നല്ല രീതിയിൽ അവിടെ ജാഗ്രതയൊക്കെ തുടരുന്നുണ്ട്. പല പഞ്ചായത്തുകളെയും കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആക്കിയിട്ടുണ്ട്. കോഴിക്കോട് മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയായ യുവതിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. 3 ജില്ലകളിലായിട്ട് നിലവിൽ 345 പേരാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം വവ്വാലുകളെയൊക്കെ പടക്കം പൊട്ടിച്ചോ മറ്റോ ഒക്കെ ഓടിക്കാൻ പാടില്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. വിവരങ്ങളുമായി നമുക്കിപ്പം അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, ആശങ്കപ്പെടേണ്ട, ജാഗ്രത മതി. പക്ഷെ എങ്ങനെയൊക്കെയാണ് ആരോഗ്യ വകുപ്പിന്റെ പുതിയ നടപടികൾ? റൂട്ട് മാപ്പ് ഒക്കെ പുറത്തുവിട്ടു. എങ്ങനെയാണ് പുതിയ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്? സേതുലക്ഷ്മി, ആദ്യം ആരോഗ്യ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്വാസം മുട്ടലൊക്കെ വലിയ വിധത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. ഗുരുതരമായി തന്നെയാണ് സാഹചര്യം തുടരുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് 6 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ 6 വാർഡുകളുമായി കൃത്യമായി എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുകയും ഇന്നത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. പോലീസും ശക്തമായാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിൽ ഇത് ലംഘിക്കുന്നവർക്കെതിരെ നടപടിയടക്കം ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ആളുകൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് പോലീസും അറിയിക്കുന്നത്. കാരണം ഇതിന്റെ ഗൗരവ സ്വഭാവം നാട്ടുകാർക്കും കൃത്യമായി അറിയാമെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. N95 മാസ്ക് ഉൾപ്പെടെ ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്താകെ മാസ്കുകളൊക്കെ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയെ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. കാരണം ഒരു സ്പ്രെഡ് ഉണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രദ്ധ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ 59 പേരാണ് പ്രൈമറി കോണ്ടാക്റ്റിലുള്ളത്. ഇവരെ ഈ കഴിഞ്ഞ ദിവസം ഇവർക്ക് രോഗലക്ഷണങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഇന്നും ഇവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടോ എന്നറിയാനുള്ള അവരെല്ലാം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരെല്ലാം ക്വാറന്റൈനിലാണ് നിലവിലുള്ളത്. അവരെല്ലാം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ചിലർക്ക് ജലദോഷം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുകൂടി പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏതായാലും പോകുന്നുണ്ട്. ഏതാണെങ്കിലും ശക്തമായ മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്. 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്രയധികം വിവിധങ്ങളായ രീതിയിൽ ഇത്രയും അധികം കോണ്ടാക്റ്റുകൾ ഉള്ളതുകൊണ്ട് എല്ലാ ജില്ലകളിലും മുന്നൊരുക്കങ്ങൾ ശക്തമാണ്. അതോടൊപ്പം തന്നെ പാലക്കാടും സജീവമായി ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരാതുള്ള ഇടപെടലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ശരി, ഓക്കെ അജിത്തെ.